നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പലഹാരം തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, എടുത്തോളൂ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്താ കിട്ടിയോ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളാകെ ടെൻഷൻ ആവുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഓ, തിരിച്ചെത്തിയോന്നറിയാൻ വിളിക്കാം. ആ, ഞാൻ മനയിലെത്തി. അത് പറയാനാ ഞാനും വിളിച്ചത്. ഞാനും മനയിലെത്തി. എന്റെ ദൈവമേ, നിങ്ങൾ തമാശ പറയണോ? അല്ല, എനിക്ക് പറ്റുന്നില്ല ലച്ചു. ഞാൻ രാത്രിയപ്പോ വണ്ടി എടുത്തു പോന്നു. ചേച്ചി കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ, വീണ്ടും വന്നത് ഒട്ടും ശരിയായില്ല. ദൂരെ നിന്നല്ലേ ഞാൻ സ്വാതി കണ്ടുള്ളൂ. എനിക്ക് അവളെ അടുത്ത് നിന്നൊന്ന് കാണണം. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റണം. നീ ഒന്ന് പുറത്തേക്ക് വാ, അല്ലെങ്കിൽ സ്വാതിയുള്ള ഭാഗത്തേക്ക് ഞാൻ പോവും. അയ്യോ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അവിടെ നിൽക്ക. ഓക്കെ, ശരി. ഇങ്ങനെയുണ്ടോ മനുഷ്യരും? നീ എന്നോട് ക്ഷമിക്ക്. അടുത്ത് നിന്ന് സ്വാതി ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ കൊതിച്ചുപോയി. നീ അരുതെന്ന് പറയരുത്. എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ആളൊന്നുമല്ലല്ലോ. അല്പം ഒന്ന് കാത്തു നിൽക്ക്. ചേച്ചിക്ക് മരുന്ന് കൊടുക്കുന്ന സമയം, അവരൊന്നും പൊയ്ക്കോട്ടെ. വെൽക്കോളം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം. എനിക്കവളെ അടുത്ത് നിന്ന് കണ്ടാൽ മതി. നീ മംഗലശ്ശേരിയിൽ വന്ന കാര്യം കാവേരിപ്പിച്ച് പുറത്തു വിട്ടിട്ടില്ല. അതുപോലെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണെന്ന് അവിടെ ആർക്കും അറിയില്ല. ആ, പിന്നെ കാവേരി ചേച്ചി കുറച്ച് പലഹാരങ്ങൾ തന്നിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തില് ക്ഷേത്രത്തിൽ പൂജിച്ച കുറച്ച് മഞ്ഞളും ഉണ്ടായിരുന്നു. അതേപറ്റി ആരെങ്കിലും അവിടെ സംസാരിച്ചോ? മഞ്ഞളോ? അത് കുടുംബക്ഷേത്രത്തിൽ പൂജിച്ച് മുത്തച്ഛൻ ഹൽദിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അതെങ്ങനെ പലഹാരം വെച്ച കവറി വരും? ആ, എനിക്കതിന്റെ രഹസ്യം മനസ്സിലായി. രാജേട്ടൻ ചെയ്തതാ. ഹൽദിക്ക് പൂജിച്ച മഞ്ഞൾ എന്നോട് കൊടുത്തയച്ചതാ. അത് ചേച്ചിക്കുള്ളതാണെന്ന് രാജേട്ടൻ അറിയാം. ഹൽദിയുടെ ദിവസം അതിൽ നിന്ന് കുറച്ച് മഞ്ഞളെടുത്ത് ഞാൻ ചേച്ചിയുടെ മുഖത്ത് തേച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.